ഇന്ന് ഇവർക്ക് രണ്ടാമത്തെ ഡാൻസ് ദിവസമാണ് കേട്ടോ. നമ്മൾ ആൽക്കൽമണ്ണ ധന്വന്തരി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇന്ന് മഴയൊക്കെ ഉണ്ട്, എന്താവും എന്തോ. മഴ ഇടിയൊക്കെ ഉണ്ട് എന്നൊക്കെ തോന്നുന്നു. ഇന്നലെ നല്ല ഇടിയും മഴ ഉണ്ടായിരുന്നു. അതെ അതെ, വെതറൊക്കെ നോക്കി കഴിഞ്ഞപ്പോ മഴ ഉണ്ട് എന്നാണ് കണ്ടത്. അപ്പൊ എന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട്. അന്ന് നമുക്ക് മേക്കപ്പ് അമ്മു ചെയ്തത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് കാണിക്കാം കേട്ടോ, കുറച്ചൊക്കെ കാണിക്കാം. ബ്ലെൻഡർ അവിടെ ദേവൂട്ടി, അല്ല മറ്റൊരു ബ്ലെൻഡർ ഇല്ലേ? മാളു നോക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന മാളുവിന്റെ ഫേസ് നമ്മൾ മേക്കപ്പ് ചെയ്ത് ഭംഗിയാക്കും. അപ്പൊ അതാ കുഞ്ഞാമ്മ അതിന്റെ ഇടയിൽ ഒന്ന് കരയാണ്. ഇതിനി വേദന വരും. പിടിച്ചോ. അല്ല അത് കുഴപ്പമില്ല, കാരണം ബ്ലണ്ടർ കാണാനില്ല, വേദന സഹിക്കാം. അല്ലേ മാള്? കണ്ണടക്കൂ. അമ്മോ നമ്മളന്ന് വീഡിയോ എടുത്തായിരുന്നില്ലേ ഡാൻസിന്റെ ഇതിന്റെയൊക്കെ? അപ്പൊ അതില് ദേവൂട്ടി എന്തോ തമിഴ് പറഞ്ഞില്ലേ? അപ്പൊ അതിനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ദേവൂട്ടി തമിഴ്നാട്ടിലെ കുട്ടിയാണോന്ന്. ആരാന്ന് ചോദിച്ചിട്ട്. അപ്പൊ ദേവൂട്ടി ആരാന്ന് വെച്ചാല് മുത്തശ്ശിയുടെ ഏട്ടന്റെ മോന്റെ മോളാണ് ദേവൂട്ടി. അല്ലേ? മായ്ക്കല്ല, ഒരുപോലെ റെഡിയാക്കുക. ആ വലിയ കളറുള്ള ഒന്ന് നമ്മള് തല നല്ല ഭംഗിയിൽ പിടിക്കും. ഉണ്ടരുത് കേട്ടോ, വർത്താനം പറയല്ലോ ചെയ്യുമ്പോ. അങ്ങനെ പിടിച്ചത് ഇതെന്താ അമ്മു? ഇതാണ് നമ്മളുടെ കൺസീലർ. പക്ഷെ അന്ന് കണ്ടിട്ടില്ലല്ലോ അല്ലേ? മാള് പറ്റ പോലെ തന്നെ ഇരുന്നോളൂ. അങ്ങനെ ഇനി എനിക്ക് വരും പിന്നെ. അപ്പൊ ഓക്കെ. മേക്കപ്പ് കുറച്ച് സമയം പിടിക്കൂലേ? അതെ, മഴയാണെങ്കിൽ പിന്നെ ഇടിയാണ് ഏറ്റവും വലിയ പേടി. ഇടിയുടെ 3 പേടിക്കാരുണ്ട്, പേടിയുള്ള ആളുകളുണ്ട് ഇവിടെ. അതെ, കുഞ്ഞാവയും. അപ്പൊ കുഞ്ഞാവയ്ക്കും പേടി, ദേവട്ടിക്ക് പേടി. ഏതാ അമ്മുതെന്താ അമ്മു മുത്തശ്ശിയുടെ കയ്യിലുള്ള? അത് വളയല്ല, അത് മുടിയിലിടുന്നതാ. അത് കാണിച്ചു കൊടുക്കും മുത്തശ്ശി എല്ലാവർക്കും. നോക്കട്ടെ, മുത്തശ്ശി വളയെ വിചാരിച്ചു കൈമിട്ട് നോക്കി. ഒന്ന് ഇട്ട് നോക്കട്ടെ. ഭംഗിയുണ്ട്. ഗുരുവായിരുന്നു വാങ്ങിയതാ, 20 10 റുപ്യ. നമുക്കൊന്ന് ബേസ് ഇട്ട് കൊടുക്കാം. പൗഡർ കോമ്പാക്ട് ബേസ് പൗഡർ, ഒന്ന് ബേസ്. റെഡി ആയില്ലേ അമ്മേ? റെഡി. ഇനി നമുക്ക് അടുത്തത് കണ്ണിപ്പ് എഴുതണ്ടോ? ഇല്ല അല്ലേ? ഇല്ല. ഇനി നമുക്ക് അടുത്തത് ഐഷാഡോ ഇടാണ്ട്. ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഐഷാഡോ പാലറ്റ് കേട്ടോ. ഇന്നത്തെ ഇത് ഡാർക്ക് കളേഴ്സ് ആണ്. ഇതിൻ്റെ തന്നെ ന്യൂഡ് കളേഴ്സ് ഉണ്ട്. ഇതിനും കൂടെ വെറും 150 രൂപയുള്ളൂ കേട്ടോ. നമ്മൾ കൊടുത്ത പൈസക്ക് കുഴപ്പമില്ല. 1 വർഷം വരെയൊക്കെ നിങ്ങൾക്ക് വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കില്ല, പക്ഷെ നമുക്ക് കൊടുത്ത പൈസക്ക് നല്ലൊരു സാധനം കേട്ടോ. മഴ പെയ്തു. നമുക്ക് കഴിഞ്ഞ ദിവസം അവർക്ക് പിങ്ക് അല്ല ഇട്ടത്, ഇന്ന് നമുക്ക് നല്ലൊരു ഗ്ലിറ്റർ പിങ്ക് തന്നെ ഇടാം. പിടിച്ചോട്ടോ, ഇങ്ങനെ നല്ല ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ. കണ്ണാടി ഉണ്ട്. ഇതാ അമ്മയെ കാണണ്ടോ? അമ്മക്ക് ഇതാ കണ്ണാടി നോക്കണം. വേണ്ട, കണ്ണടച്ചോളൂ. ഇഷ്ടായോ?
പിങ്ക് കളർ ഐഷാഡോ. ആ അത് നല്ല കളർ കേട്ടോ. അല്ലേ? ആ മിക്സ് ആക്കിയപ്പോ നല്ല ഭംഗി. അതെ അതെ. ഐഷാഡോ ലിപ്സ്റ്റിക് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി വലുതാവട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഐഷാഡോയുടെ കളിയൊക്കെ കഴിഞ്ഞു. അതെനിക്ക് ഏറ്റവും ഇഷ്ടം. കൈ വെച്ചിട്ട് മളൂരെന്താ ഇതായിരുന്നു ഇപ്പൊ പേടിയാ. നല്ല തണുപ്പുണ്ട് കേട്ടോ, കർപ്പൂരത്തിന്റെ ഒരു ഇതുള്ളോണ്ടേ. അതെ അതെ. 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ. ശരിക്കും ആ അതെ, തോന്നിയത് എഴുതിയപ്പോ. ഞാനന്ന് വേറൊന്നും കൂടെ 2 എണ്ണം വാങ്ങിയില്ലേ. അപ്പൊ കണ്ണെഴുതിയപ്പോ നമുക്ക് ഒരു കൺമഷി ഉണ്ടാക്കാൻ ടമ്മുനി എല്ലാരും ചോദിക്കണ്ടായിരുന്നു. നമ്മള് പണ്ട് ഉണ്ടാക്കിയത് ഒരു 3-4 കൊല്ലൊക്കെ. ആ അത് സാധാ ഒരു ഇതുപോലെ സാധാ നമുക്കിങ്ങനെ വലിയ കേമത്തിലല്ല, കർപ്പൂരം നമ്മൾ ചേർത്തിരുന്നില്ലേ അന്ന്. നമുക്ക് ലാസ്റ്റ് ഐലൈനർ ഇടുകയായി. നേരെ നേരെ പിടിക്കൂ കണ്ണ്. കണ്ണെഴുതി കഴിഞ്ഞിട്ട് മേലെ അല്ലേ ഐലൈനർ. രണ്ടാക്കും ഒരേപോലെ ഇട്ടരും. അതെ, താഴ്ത്തിടും. അന്ന് എങ്ങനെയാണോ ചെയ്തച്ച അതേപോലെ. എന്നാലേ നല്ല ഭംഗിയുണ്ടാവും. ഒരു പേടിയില്ല, ഞാൻ ഇവിടെ ഉണ്ട്. പേടിക്കണം. അങ്ങനെ ഐലൈനറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്യാണ് കേട്ടോ. അത് ഡാൻസ് കളിക്കണോണ്ടാണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമൽ നമ്മുടെ കൺമഷി വെച്ചിട്ടാട്ടോ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ഐബ്രോ വെച്ചിട്ടാണ്, ഐബ്രോ പെൻസിലില്ലേ അത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ തിരഞ്ഞു നടന്നു, ഐബ്രോ പെൻസിൽ കാണാനേ ഇല്ല. അപ്പോൾ പിന്നെ സമയം കളയണ്ടെന്ന് ഓർത്തിട്ട് വേഗം തന്നെ ഞാൻ എന്ത് ചെയ്തു, കൺമഷി വെച്ചിട്ട് ബ്ലാക്ക് ആയതുകൊണ്ട് എടുത്ത് കാണിക്കുമല്ലോ. പിന്നെ ഇവർ ഡാൻസ് കളിക്കണോണ്ട് പിന്നെ രസം ഉണ്ടാവും കാണുമ്പോഴും. പിന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്ററൊക്കെ ഇങ്ങനെ ഇവർക്ക് മൂക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ നെറ്റിയിലും ഒക്കെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡായിട്ടുള്ള ഒരു ഐ ഷാഡോ ആണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തു. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചതാണ്, മാളു കാണിക്കണം നോക്കൂ. ചിരിക്കാൻ പറഞ്ഞപ്പോഴേക്കും ചിരിച്ചു. എന്നിട്ട് ബ്ലഷ് ഇട്ടിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമലി സ്കിന്നിൻ്റെ കളറിനെയൊക്കെ കുറച്ചും കൂടെ കളറൊന്ന് കൂട്ടി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇവർ 2-3 കളി കളിക്കുമ്പോഴേക്കൊക്കെ എന്താ പറയുക, വേർത്ത് ഒലിക്കണ രീതിയിലാവില്ല. കാരണം നമ്മൾ പാൻ കേക്ക് വെച്ചിട്ടാണ് നമ്മൾ ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എന്തായാലും വേർത്തില്ല. ഇതൊരു ഗ്ലിറ്റർ ആട്ടോ അമ്മേ. ആ ഇനി നമുക്ക് ഗ്ലിറ്ററും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ട് വെക്കണം അല്ലേ മാളു? പിന്നെ നമുക്ക് ആ കുത്തുകൾ ഇടണ്ടേ, ലാസ്റ്റ് ആവും അല്ലേ? ലാസ്റ്റാ. അല്ല, നമ്മളെ പുരികത്തിന്റെ കുറച്ച് മേലായിട്ട് രാധയുടെ കുത്തുകൾ ഇട്ടില്ലേ. ആ പിന്നെ പൊട്ട് വേണം, ലിപ്സ്റ്റിക് ഇടണം. അതെ, മെഹന്തി ഇങ്ങോട്ട് കാണിക്കും മാളു. ഗ്ലിറ്റർ ഇട്ടോണ്ടൊരു തിളക്കം അല്ലേ? അതാണ് ഞാൻ പറഞ്ഞു. അടുത്ത കുട്ടി ദേവൂട്ടി. എങ്ങനെ? അടുത്ത കുട്ടി ദേവൂട്ടി. ദേവൂട്ടിയുടെ ശരിക്കുള്ള പേര് പറയൂ. ആ ദുർഗാദേവി. ഇനീഷ്യൽ കൂടെ കൂടെ ഇട്ടോളൂ. കാരണം ദേവൂട്ടിയുടെ ഡോറാബൂജിയുടെ മുടിയാണ്. മഴ തുടങ്ങിയമ്മോ? ആ മഴ ഉണ്ട്. ഉദ്ദേശിച്ചത് ഒരു മിനിറ്റ്. മുടി പറഞ്ഞാ കേക്കില്ല, അത്ര ദേവൂട്ടി അറിയാം. അതെ, ഈ ചെവിയും കൂടെ കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബേസ് ഇട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാണിച്ചോളൂ മുഖം നേരെ പിടിക്കും. പൊന്തിച്ച് പിടിക്കൂ. അങ്ങനെ പിടിക്കും കേട്ടോ. കുഞ്ഞാവ മഴ വേണമെങ്കിൽ പോയി കണ്ടോളൂ, പുറത്ത് പോയിട്ട്. മഴ കാണാൻ ഇഷ്ടല്ലേ? കൂടെയോ? മഴ കുറച്ച് കഴിഞ്ഞാൽ മാറും. നമ്മളെ പ്രോഗ്രാമും പരിപാടിയും ഒപ്പം വന്നു. പ്രോഗ്രാം വന്നിട്ട് 8:30 അപ്പോഴത്തേക്ക് മഴ കുറയും. വീഡിയോ ഒന്നും തൊടുക പോലും ഇല്ല. അതെ, പേടിയൊന്നും വേണ്ട. എന്താ പേടിയുണ്ടെന്ന് ഇപ്പൊ ഇടിയുടെ ശബ്ദം കേട്ടപ്പോ. ചെവി തൊടരുത് കേട്ടോ. ഇക്കിളിയാവും. കണ്ണ് തുറക്കും, മേലേക്ക് പിടിക്കും കണ്ണ്. അങ്ങനെ കേട്ടോ. ഈ കണ്ണു
ഇതൊക്കെ അമ്മ കാണുമ്പോ എന്താ പറയാ, എന്റെ അമ്മോ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കോ? ആ ശരിയാ. അല്ല ഇന്ന് അമ്മ അല്ലല്ലോ ഇപ്പൊ ഇവിടെ, അതാ ചോദിച്ചേ. അമ്മ കാണുമ്പോ എന്താ പറയാ? നല്ല മഴ കേട്ടോ പുറത്ത്. ചിരിക്കരുത്, ചിരിച്ചാ ഈ ഇവിടെ ഇങ്ങനെ ലൈൻ വീഴും. അതെ. പുരിക എന്താ ഇവിടെയും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്റ്റാർട്ടിങ് കുറച്ചൊന്ന് വീതി ഇറക്കണോ? നേരെ പിടിക്കും, നേരെ പിടിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്തേലും കറുപ്പ് കളർ വരും. നോക്കട്ടെ. ലിറ്റർ ആദ്യം വേണ്ടി വരും അവിടെ. ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. മതി ഇവിടെ. ലിറ്ററൊക്കെ ഇട്ടേണ്ട ആവശ്യത്തിന്. ഇനി മറ്റേ ശിങ്കാറിന്റെ ഡപ്പ എവിടെ നാളോ? ശിങ്കാറ് കൊണ്ടുതരൂ. പിന്നെ ആരാക്കണ്ട്? ഓ അങ്ങനെ, ഞാൻ അമ്മച്ചിട്ട് ആക്കണ്ടെന്നാ കേൾക്കണ. ഒരു മിനിറ്റ്, ഇത് പിടിച്ചു തരൂന്ന. ഓ വെറുതെ. അടുത്ത് നമ്മള് ശിങ്കാറാണല്ലേ അമ്മു? അതെ. ഇപ്പൊ വെള്ളം വേണ്ടേ? ആ വേണം. എനിക്ക് ഗ്യാപ്പ് ഇട്ടണം. ഏതെനിക്ക് എവിടത്തെ വയ്ക്കൂ? ആളെന്താ കാര്യം ചോദിക്കൂ. പുറപ്പെടാൻ വന്നതാണ്, മേക്കപ്പ് ചെയ്യാൻ വന്നതാണ്. നേരട്ടോ. ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്നു ഇന്ന് വേഗം മേക്കപ്പ് കഴിഞ്ഞു. അത് അന്ന് നമ്മള് സ്റ്റാർട്ടിങ് നന്ദാന്ന് തുടങ്ങാൻ കൊറേ വൈകി സത്യം പറഞ്ഞാല് അല്ലേ? അതെ അതെ അതെ. ഹായ്, സൂപ്പർ ആയിട്ടുണ്ട് രാധക്കുട്ടി. തിളങ്ങിയിരിക്കണോ? അപ്പോഴേക്കും ഒന്ന് കാണണം എന്താന്ന്. നേരെ പിടിക്കൂ കേട്ടോ. കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഇടാൻ ഒന്ന് ഓർത്തപ്പോഴാണ് മസ്കാര ഇടാൻ മറന്നുപോയി. വരൂ, നിക്ക് നിക്കൂ. നമ്മൾ അന്ന് ഇട്ടായിരുന്നു. കണ്ട പകുതി അടയ്ക്കൂ. അങ്ങനെ അങ്ങനെ മതി, അങ്ങനെ മതി. ഇങ്ങോട്ട് വരും, അടുത്തേക്ക്. നിക്ക് അവിടെ ഒന്ന് പൈസ എടുത്തേ. അയ്യോ, ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. മഴ എപ്പോഴും പെയ്തോണ്ടിരിക്കുകയാണ്. മഴ ദിവസം നാളെ മഴ വെച്ച് കളിക്കാലോ. കളിക്കാലോ. അങ്ങനെ പിടിച്ചോട്ടോ. ഒരു മിനിറ്റ് മാത്രം മതി. അങ്ങനെ പിടിക്കൂ. അതിലേ ഞാൻ ശരിയാക്കി തരാം. ഞങ്ങക്ക് ഹെയർ ആദ്യം നമുക്ക് മുടി ചരട് വെച്ചിട്ട്, ദേവിയുടെ ഭയങ്കര സിൽക്കി ഹെയർ ആയതുകൊണ്ടേ പിടിച്ചാ കിട്ടില്ല. മാള് ഇവിടെ ഒരുങ്ങാണ്. മാളൻ ചുമ ഉണ്ട്. കുഞ്ഞാവ് എന്താ ചെയ്യണേ? ആയ്, കുഞ്ഞാവ് തലയിൽ വെച്ചു. അങ്ങനൊക്കെ ഫ്രണ്ട് കാണാനില്ല കണ്ണാടിയിലായിട്ടോണ്ടേ. പിടിച്ചോളൂ, മുടി പിടിക്കോ? പിടിച്ചോളട്ടോ.
മുത്തശ്ശി എത്തി. അതെ. അല്ല ചരട് ഇട്ടാ അല്ലേ നിക്കില്ല. ആ അതെ ചരട തിന്നിട്ടിട്ട് ആണോ? ഇപ്പൊ ശരിയാവും. ഇപ്പൊ കഴിയുന്നത് ആ റെഡി ആയില്ലേ? തലയിലൊക്കെ വെച്ചൂല അമ്മോ. ആ ഭംഗിയുണ്ട്. ദേവുട്ടിയുടെ മുടി ഇങ്ങനെ സിൽക്കി ആവുകൊണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനി സ്ലൈഡൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്യണം. മഴയാണ്. ഇങ്ങോട്ട് തിരിയോ? കാണാട്ടോ തലമുടിയിൽ പൂ കാണാട്ടോ. തിരിയൂ. ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ചേരണമുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് നമ്മുടെ അടുത്ത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞു കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവർ പ്രത്യേക രസമായിരിക്കുമല്ലോ. മൂക്കുത്തിയാണ് ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും റെഡി ആയില്ലേ? റെഡി ആയില്ലേ? അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഡാൻസ് ആയിട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് അന്നദാനമൊക്കെ കഴിച്ച് പ്രസാദൂട്ടല്ലേ, രാത്രി പ്രസാദൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രം പ്രസാദൂട്ടൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവരുടെ ഡാൻസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. ബൈ.